ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നമ്മുടെ NMMS പരീക്ഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഇതിൻ്റെ അടുത്തുള്ള ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അതിനോടൊപ്പം തന്നെ അതിൻ്റെ നേരെ താഴെയുള്ള ലൈക്ക് ബട്ടണും കൂടി ഞെക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കധികം വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. നാഷണൽ മീൻ കം മെറിറ്റ് എക്സാം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കോളർഷിപ്പോട് കൂടെ തന്നെ നമുക്ക് പഠിക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൽ നമുക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് 9, 10, 11, 12 ക്ലാസ് വരെ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്യും. പ്രതിവർഷം നമുക്ക് 12,000 രൂപയുമാണ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അടുത്തതായിട്ട് ഇത് ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എഴുതാൻ വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഇത് എഴുതുന്ന കുട്ടികൾ 8ാം ക്ലാസ്സിലായിരിക്കണം പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലായിരിക്കണം പഠിക്കുന്നത്. അല്ലാതെ ഇതേപോലെ റെസിഡൻസ് സ്കൂള്, അല്ലാതെ നമ്മുടെ പ്രൈവറ്റ് സ്കൂള്, പിന്നെ അല്ലാതെ കേന്ദ്രീയ വിദ്യാലയം, ഈ നവോദയ അങ്ങനത്തെ സ്കൂളുകളിലൊന്നും പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ ഈ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഗവൺമെൻറ് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 55% മാർക്കിൽ കുറയാതെ നേടിയിരിക്കണം. മീൻസ് 55-ൽ കൂടുതലായിരിക്കണം. പിന്നെ ഈ SC ST വിദ്യാർത്ഥികൾക്ക് 50% മാർക്ക് മതിയാകും എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ നിന്നും അധികവുമായിരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമുക്ക് NMMS പരീക്ഷയിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുവാണെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന വർഷങ്ങളിലെല്ലാം നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് നിർബന്ധമായിട്ടും ഗവൺമെൻറ് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് എക്സാമിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഏറ്റവും ആദ്യം വരുന്നത് പാർട്ട് 1-ൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ്. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മെൻറ്റാലിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി അതിനകത്ത് 90 MCQ ആയിരിക്കും ഉണ്ടാവുക. MCQ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത് മാറ്റ് എന്നാണ്. മീൻസ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് മാറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത പാർട്ട് 2-ൽ വരുന്നത് സാറ്റാണ്. സാറ്റിൽ നമുക്ക് ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവനാണ് അതിനകത്ത് നമുക്കോട് ചോദിക്കുന്നത്. ബേസിക് സയൻസിൽ നിന്ന് ഒരു 35 ചോദ്യങ്ങളുണ്ടാവും, സോഷ്യൽ സയൻസിൽ നിന്ന് 35 ഉണ്ടാവും, പിന്നെ മാത്സിൽ നിന്ന് 20 ചോദ്യങ്ങളുമായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് NMMS പരീക്ഷയ്ക്ക് എങ്ങനെയാണ് എലിജിബിലിറ്റി ആർക്കൊക്കെയാണ് കിട്ടുക എന്നതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിലും പിന്നെ സാറ്റിലും നമുക്ക് 40% മാർക്ക് ഉണ്ടാവണം. മീൻസ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 40% മാർക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് NMMS പരീക്ഷയ്ക്ക് നമുക്ക് സെലക്ഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ എന്നാലും ഹാഫ് സെലക്ഷൻ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ കേരളയിൽ നിന്നും വെറും 3475 കുട്ടികളെ മാത്രമേ ഈ സ്കോളർഷിപ്പിന് സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 40%-ത്തിൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളിൽ ഏറ്റവും മാർക്ക് കൂടിയ 3475 കുട്ടികളിൽ അവർക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് NMMS പരീക്ഷ അങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്ന പരിപാടിയല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 40% മാർക്കെന്ന് വെച്ചാൽ എത്ര ഈസിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 7ാം ക്ലാസ്സിൽ 63 മാർക്ക് വേണ്ട പരീക്ഷയ്ക്ക് നമ്മൾ 80-ൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് നമ്മൾ ജയിച്ചിട്ടുള്ളതാണെന്ന് നമ്മൾക്ക് അറിയാം. പക്ഷേ എന്നാലും അതേപോലെയല്ല NMMS-ൽ നമ്മൾ കുറേ കഷ്ടപ്പാടുണ്ട് പരീക്ഷയ്ക്ക്. പക്ഷെ എന്നാലും ഒട്ടും പേടിക്കേണ്ട, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് നവംബറിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പണിയുണ്ട്. ആ അപ്ലൈ ചെയ്യാനുള്ളത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ പരീക്ഷ വരുന്നത് ഡിസംബർ ആ സമയത്താണ് പരീക്ഷ വരുന്നത്.
അപ്പോൾ ആരും മറക്കാതെ തന്നെ എൻ്റെ അടുത്ത ആ വീഡിയോയും കൂടെ കാണാൻ വേണ്ടി മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.